ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിനയന് കണക്കിന് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പഞ്ഞി കിട്ടുമെന്ന് തന്നെ പറയാം മഹേഷ്. എന്നിട്ട് വിനയനോട് പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ നീ പ്രതികാരത്തിനെങ്ങാനും വന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്നെക്കാട്ടിലും മോശമാണ്, അവൻ നിന്നെ കത്തിച്ച് കള അച്ചാന്ന് പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ മതി, ഇപ്പോൾ കണക്കുകളെല്ലാം തീർന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഹരിയുമായിട്ടങ്ങ് പോകട്ടോ വിനയനെ തള്ളിയിട്ടിട്ട്. ഹാപ്പി അല്ലേ എന്ന് ഹരിയോട് ചോദിക്കും. ഹാപ്പിയാണ് അച്ചാന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഹരി. അങ്ങനെ വിനയനെ നല്ലത് കിട്ടുന്നുണ്ട്. ഇവിടെ ക്യാപ്റ്റൻ വന്ന് ചിത്തിരയുടെ കയ്യിലേക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതാ നിനക്ക് ഞാൻ വാങ്ങിയതാണെന്ന് പറയുന്നു. ചിത്തിരയ്ക്ക് വലിയ സന്തോഷവും ഇല്ല, എന്നാൽ കിട്ടിയതിൽ ഒരു ചെറിയ സന്തോഷം അത്രയേ തന്നെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ ക്യാപ്റ്റൻ പറയുന്നു, ഞാൻ ഇത് എന്തിനാണെന്ന് തന്നത്, വാർ ഫിലിം കാണുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതിന് ചിത്തിര കുഞ്ഞല്ലേ, ഇപ്പോൾ വാർ ഫിലിം കണ്ട പ്രായമാണോ എന്ന് ശംഖു ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴേ ചെറുപ്പത്തിലേ അതൊക്കെ കണ്ടു പഠിച്ചാലേ പട്ടാളത്തിൻ്റെ ആ ഒരു എന്താണെന്നും അതുപോലെ തന്നെ രാജ്യസ്നേഹമൊക്കെ മനസ്സിൽ തുളുമ്പത്തുള്ളൂ, എങ്കിൽ മാത്രമേ നല്ലൊരു പട്ടാളക്കാരി ആവാനായിട്ട് കഴിയത്തുള്ളൂ എന്നൊക്കെ ക്യാപ്റ്റൻ പറയും. ഇതൊക്കെ കേട്ടിട്ട് ചിത്തിരയ്ക്ക് പുച്ഛമാണ് കേട്ടോ തോന്നുന്നത്. എന്നിട്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നീ ഇത് മാത്രമല്ല, നീ പഠിക്കാൻ വേണ്ടിയിട്ടും ഇതിൽ എന്ത് വേണമെങ്കിലും നിനക്ക് കാണാം, അതുമാത്രമേ പറ്റുള്ളൂ, വേറെ അനാവശ്യമായിട്ട് എന്തെങ്കിലും നീ ചെയ്തു എന്ന് ഞാൻ കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇതെല്ലാം നിനക്ക് വാങ്ങി തന്നിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ പകരമായിട്ട് ഈ പ്രാവശ്യത്തെ ആനുവൽ ഡേക്ക് നീ സ്കൂൾ ഫസ്റ്റ് ആവണം, അടുത്ത വർഷം നീ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് ആവണം, അതിൻ്റെ അടുത്ത വർഷം നീ സ്റ്റേറ്റ് ലെവലിലും ഫസ്റ്റ് ആവണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇതാണ് നീ എനിക്ക് പകരം ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, ഇതിപ്പോൾ വാങ്ങി തന്നതൊക്കെ ഇരിക്കട്ടെ, ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്, അതങ്ങോട്ട് പറഞ്ഞോട്ടേ ചോദിക്കുന്നു. അതിനെന്താ, പറഞ്ഞോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അല്ല, ഇമ്മാതിരി ഉപദേശമൊന്നും എനിക്ക് വേണ്ട, ക്യാപ്റ്റൻ എന്താണ് മനസ്സിൽ കരുതുന്നതെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കും, അത് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തോളാം, അല്ലാതെ ഉപദേശിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിത്തരുമ്പോൾ ഈ മാതിരി ഉപദേശവും കൊണ്ട് എൻ്റെ അടുക്ക വരരുതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചിത്തിര പറയുന്നത്. ഉടനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞാൻ വാങ്ങിത്തരുമ്പോൾ ഞാൻ ഉപദേശിക്കും, അതെൻ്റെ അവകാശമാണ്, എൻ്റെ റൈറ്റ്, അത് ആർക്കും തട്ടിത്തെറിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല, ഞാൻ ഇനിയും വാങ്ങിത്തരും, ഇനിയും ഞാൻ ഉപദേശിക്കുമെന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് ചിത്തിര ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നത്, അതൊക്കെ അവൾ ചെയ്തോളൂ, അവൾ നല്ല കുട്ടിയാണ്, അവൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഉയരത്തിലെത്തുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചിത്തിര നല്ല കുട്ടിയാണെന്നൊക്കെ എനിക്കറിയാം, ശംഖു പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. ഉണ്ടോ, ഒരു അമ്മ എന്ന നിലയിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ വാങ്ങിക്കൊടുക്കും? ഇല്ലല്ലോ, അത് ഞാൻ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് പോകുന്നു. പിന്നീട് ആ ലാപ്ടോപ്പ് കൊണ്ടുവന്ന് മല്ലികാമ്മയെ കാണിക്കുക കേട്ടോ ചെയ്യുന്നത് ചിത്തിര. എന്നിട്ട് പറയുന്നു, കൊള്ളാമല്ലോ, ഇപ്പോൾ എന്തിനാ നിനക്ക് ഈ ലാപ്ടോപ്പ് വാങ്ങിത്തന്നെ ചോദിക്കുമ്പോൾ വാർ ഫിലിം കാണാനാന്ന് അവർ പറഞ്ഞത്, പക്ഷേ ഞാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. വാർ ഫിലിം കാണാനോ എന്നും പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ അത് പിടിച്ച് നോക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ക്യാപ്റ്റൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ക്യാപ്റ്റൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, നിന്നോട് ആരാടി ഇത് കൊണ്ടൊന്ന് ഇവരെ കാണിക്കാനായിട്ട് പറഞ്ഞത്, ഇവരിവിടുത്തെ സെർവൻറ്റ് മാത്രമാണ്, ഓർഡർലി, നിനക്കെന്താടി ഇവരോട് ഇത്രയ്ക്ക് സ്നേഹം, അത്രയ്ക്കൊന്നും മമത കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ഉടനെ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്നു, അത് അവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അവിടെ വേണം നിർത്താനായിട്ട്, നീ എന്തിനാണ് എപ്പോഴും ഇവരുടെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്ന ചിത്തിരയോട് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നു, അയ്യോ മാഡം, ഞാനത് കണ്ടപ്പോൾ ഒന്ന് നോക്കിയേ ഉള്ളൂ, ഇതിനു മുമ്പ് നീ ലാപ്ടോപ്പ് കണ്ടിട്ടുണ്ടോടിന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എവിടെ കണ്ടു, പരസ്യങ്ങളിലാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിർത്തൻ്റെ രേണു, ഇപ്പോൾ അവരൊന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കാനാണെന്നോ, ഓരോരുത്തരെയും നിർത്തേണ്ടടുത്ത് നിർത്തണം, ഇതൊന്നും എനിക്കിഷ്ടമല്ല, ഇതേ വില കൂടിയ സാധനമാണ് ഈ ലാപ്ടോപ്പ്, അതും സോഫ്റ്റ് ടച്ചാണ്, അതുകൊണ്ട് തന്നെ ഇനി അവർ തൊട്ട് നശിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ഇവരെൻ്റെ ഓർഡർലി മാത്രമാണ്, അതനുസരിച്ച് നിന്നാൽ മതി, അല്ലാതെ ഭരിക്കാനോ അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാനോ ഒന്നും വരണ്ട, ഇതല്ല ഇവർക്ക് വേണ്ടത്, വഴുതനെങ്കിൽ അതുപോലെ വെണ്ടയ്ക്കയും നുറുക്കേണ്ടവരെ അത് മാത്രം ചെയ്താൽ മതി, അല്ലാതെ ലാപ്ടോപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് മല്ലികാമ്മയെ കളിയാക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇനി മേലെ നിങ്ങളിത് ചെയ്തു പോലും, ജി മേം സാബ് എന്ന് മല്ലികാമ്മ പറയുകയും ചെയ്തു. നീ എന്തോന്നാടി ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, അതും വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ചിത്തിരയോടും പറയാട്ടോ ചെയ്യുന്നത്. അത് മല്ലികാമ്മയ്ക്കും അതുപോലെ ചിത്തിരയ്ക്കും വലിയ വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് മല്ലികാമ്മ ആ ലാപ്ടോപ്പ് ചിത്തിരയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, കൊണ്ടുവെക്കാം മോള് കാരണം അടുത്ത വഴക്കും എനിക്ക് കിട്ടിയെന്നുള്ള ഭാവത്തിൽ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. വിനയന് തീരെ വയ്യ, അവശനാണ്, വളരെ തളർന്നൊക്കെ വരിക കേട്ടോ ചെയ്യുന്നത്, നടക്കാനൊന്നും വയ്യാതെ. അപ്പം നിരഞ്ജന വന്ന് ചോദിക്കുന്നു, എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ വിനയൻ
വിനയം പറയോ ഓടുന്ന വഴിക്ക് ഞാനൊന്ന് വീണു എന്ന് പറഞ്ഞു. നീ ഓടാനല്ലേ പോയത്, പിന്നെ വീഴാനല്ലല്ലോ എന്ന് പ്രതിഭ വന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ വിനയം പറയാം ഒരു കുഴി ഉണ്ടായിരുന്നു, അപ്പം ഞാനതിൽ വീണു, ഞാനതിനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. എനിക്കെന്താ വീഴാനും പാടില്ല എന്ന് വിനയം ചോദിക്കുന്നു. ഇത് കണ്ടിട്ട് വീണ ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് സോന പറയാം കേട്ടോ ചെയ്യുന്നത്. അതെന്താ നിനക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വാസമൊന്നും ഇല്ലേ? ഞാൻ വീണതാണെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നല്ല കുഴമ്പിട്ടൊന്ന് കുളിക്കണമെന്നൊക്കെ വിനയം പറയാട്ടോ ചെയ്യുന്നത്. കണ്ടിട്ട് ആ മഹേഷ് വല്ലതും തിരിച്ച് തല്ലിയതുപോലെ ഉണ്ടല്ലോ, ഇനി അവനെങ്ങാനും വന്ന് തിരിച്ച് തല്ലിയോ എന്ന് സോന ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഏത് മഹേഷ്, എന്നെ ആരും തല്ലാനൊന്നും വന്നില്ല, ഞാൻ വീണത് തന്നെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തിനാ വിനയ കള്ളം പറയുന്നത്, വാ നമുക്ക് ഡോക്ടറിൻ്റെ അടുക്ക പോകാമെന്ന് പറയുമ്പോൾ ഡോക്ടറിൻ്റെ അടുക്ക പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കുഴമ്പിട്ട് കുളിച്ചാൽ മതി എന്ന് പറയുന്നു. കൂടുതൽ ഇനി കള്ളത്തരമൊന്നും പറയണ്ട, മഹേഷ് എന്നെ വിളിച്ചിരുന്നു, കൊടുക്കേണ്ട രീതിയിൽ തന്നെ വിനയനിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒന്നും തോന്നല്ലെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു. മഹേഷ് വിളിച്ചിരുന്നോ എന്നിങ്ങനെ വിനയൻ ചോദിച്ചു. വിളിച്ചിരുന്നു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വിനയൻ ഇനി ഒരു കള്ളവും പറയാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വിനയൻ്റെ കുഴിയിൽ വീണ കള്ളത്തരമെല്ലാം പൊളിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ സോന പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മഹേഷിനെ തല്ലിയ തിരിച്ചു കിട്ടുന്നു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴേ പ്രതിഭ ചോദിക്കുക, അവൻ നിന്നെ തല്ലിയോ, എന്നിട്ടാണോടാ നീ ഇവിടെ വന്ന് നുണ പറഞ്ഞത്, നാളെ ഉണ്ടോടാ നിനക്ക് എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത്. അവനെ അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല, നായിക്കിനെ വിളിക്ക് വിനയ, അവനിട്ട് നല്ലത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ വിനയം പേടിക്കട്ടോ ചെയ്യുന്നത്. വിനയം പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അമ്മേ, തല്ലിയതിന് തിരിച്ച് തല്ലി, ഇനി അതിൻ്റെ പിറകെ പോകണ്ട, അവൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുവാന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്നാലും നിന്നെ തല്ലിയില്ലേടാ അവനെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്നാലും വേണ്ട അമ്മേ, ഇനി തിരിച്ച് തല്ലാനൊന്നും പോകണ്ട, അവൻ പ്രതികാരദാഹിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, ഇനി എൻ്റെ ദേഹത്ത് തല്ലുകൊള്ളാൻ ഇനി ഒരിടവും ബാക്കിയില്ല എന്ന് പറയാം. ഇപ്പോഴാണ് വിനയന് നല്ല ബുദ്ധി വന്നത്, അന്നേ ഞാൻ പറഞ്ഞതാ ഒന്നിനും പോകണ്ടെന്ന്, അപ്പം കേട്ടില്ലല്ലോ, മഹേഷിനെ തല്ലിയ തിരിച്ച് തല്ലുമെന്നും പറഞ്ഞതല്ലേ, ഇപ്പം കിട്ടിയത് കണ്ടോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഇങ്ങനെ ചിന്തിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ നല്ല ചളുക്ക് കിട്ടുമെന്ന് പറയാം, നിങ്ങൾക്കും ബാധകമാണെന്ന് പ്രതിഭയോട് പറഞ്ഞു. പിന്നെ എന്നെ ചളുക്കാൻ ഇങ്ങോട്ട് വരട്ടെ, അപ്പം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവനെ കൂടുതൽ കളിച്ചാലുണ്ടല്ലോ അവൻ ഈ ഭൂമുഖത്ത് തന്നെ കാണത്തില്ല, അവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും. ഒരുത്തി എന്നെ വെല്ലുവിളിച്ചല്ലോ, അവളിപ്പോൾ എവിടെ, അവളെ കാണാൻ പോലും ഇല്ലല്ലോ. ആ ചിത്തിരയാണെങ്കിൽ സിംഹക്കൂട്ടിൽ പെട്ടതുപോലെ ആവുകയും ചെയ്തു എന്ന് പറയട്ടോ ചെയ്തത്. വെല്ലുവിളികളൊക്കെ നല്ലതാണ്, നിങ്ങളിനി ഒരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ല, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾക്കും ബാധകമാണ്. കൂടുതൽ ഇവിടെ കിടന്ന് അഹങ്കരിച്ചാലുണ്ടല്ലോ മൂക്കിൽ പഞ്ഞിയും വെച്ച് മുറ്റത്തൊരു പന്തൽ വിടേണ്ടി വരുമെന്ന് പറയാട്ടോ ചെയ്യുന്നത് സോന. അപ്പോൾ ഉടനെ തന്നെ പ്രതിഭ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, നീ എങ്ങനെങ്ങാനും സംഭവിക്കൂടാ, അവനെങ്ങാനും വന്ന് നമ്മളെ വല്ലതും ചെയ്ത് കളയുമോ എന്ന് ചോദിക്കും. വിനയം പറഞ്ഞു, അതിനും സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല അമ്മേ, പന്തലൊക്കെ ചിലപ്പോൾ ഉയർന്നെന്നൊക്കെ വരുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അമ്മയെ കൊന്നു കളയോ എന്നുള്ള അമ്മയുടെ പറച്ചിലൊക്കെ അമ്മ അങ്ങ് പിൻവലിച്ചോ, തൽക്കാലം ഇപ്പോൾ ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞതാണെന്ന് പ്രതിഭയും പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ ഇവിടെ ക്യാപ്റ്റൻ്റെ ഫോൺ ഹാങ് ആവുകയാണ് ചെയ്യുന്നത്. ഐഫോൺ 13 ആണ് കേട്ടോ. അപ്പോൾ ശംഖുവിനെ കാണിക്കുന്നു, എനിക്കിപ്പോൾ അങ്ങോട്ട് ഫോൺ വിളിക്കാനും വയ്യ, ഇങ്ങോട്ടൊരു കോൾ എടുക്കാനും വയ്യാന്ന് പറയുന്നു. ഇവിടെ മല്ലികാമയും ചിത്തിരയും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ചിത്തിര ചിരിക്കുകയാണല്ലോ ചെയ്തത്, അങ്ങനെ തന്നെ വേണം അവർക്ക്. അച്ചമ്മയൊന്ന് ആ ലാപ്ടോപ്പ് തൊട്ടപ്പോൾ സോഫ്റ്റ് ടച്ചാണ് എന്തൊക്കെയാണ് പറഞ്ഞത്, അതിൻ്റെ പേരിൽ എനിക്ക് എന്തുമാത്രം വിഷമായിരുന്നു. അച്ചമ്മയും അവർ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ആ സങ്കടമാകുന്നെന്ന് പറയുന്നു. അതിനെന്താ, അവർക്കറിയത്തില്ലല്ലോ ഞാൻ നിൻ്റെ ആരാണെന്ന്, അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര ചോദിക്കുന്നുണ്ട്, ഇത്ര നാളിങ്ങനെ സഹിക്കേണ്ടി വരും അച്ചമ്മേ. അപ്പോൾ ഉടനെ മല്ലികാമ പറഞ്ഞു, അതെനിക്കും അറിഞ്ഞുകൂടാ, നിന്നെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനൊരു അവസരം കിട്ടണ്ടേ, അതിനൊരു അവസരം കാത്താണ് ഞാൻ ഇരിക്കുന്നതെന്നും എന്നെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല, അപ്പം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും മല്ലികാമ ചിത്തിരയോട് പറയാട്ടോ ചെയ്യുന്നത്. അതുവരെ ഇതെല്ലാം സഹിച്ച് ഇവിടെ നിന്നല്ലേ പറ്റത്തുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല്ലികാമയും ചിത്തിരി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ക്യാപ്റ്റൻ കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്നില്ല. ക്യാപ്റ്റൻ ഉടനെ തന്നെ മല്ലികാമയുടെ അടുക്കിലേക്ക് വന്നിട്ട് അതാ വീണ്ടും വന്നല്ലോ, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ പറയൂ, ഞാൻ ആ ചിത്തിരയെ വിളിച്ചത്, മാഡത്തിൻ്റെ ഫോണിന് എന്ത് പറ്റിയത് ഞാൻ ചോദിക്കുകയായിരുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഓഹോ, എൻ്റെ ഫോണിന് എന്ത് പറ്റിയാലും നിനക്കെന്താ, നിനക്ക് ഈ ഫോൺ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. മാഡം ആ ഫോൺ എനിക്കൊന്ന് തരൂ, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ചിലപ്പോൾ ശരിയാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ പുച്ഛിച്ചങ്ങ് ചിരിക്കുകയാട്ടോ ചെയ്യുന്നത്. ഇവളെ കൊണ്ട് ശരിയാക്കാനായിട്ട് പറ്റും, ഈ ഫോണൊക്കെ ഇവൾ കണ്ടിട്ട് പോലും കാണത്തില്ല, പരസ്യത്തിൽ പോലും കണ്ടു കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടനെ ശംഖു പറയുന്നുണ്ട് കേട്ടോ, കൊടുക്കരേണു, ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയാലോ. അങ്ങനെ മല്ലികാമ്മയെ കളിയാക്കുന്നതിന് വേണ്ടി തന്നെ ആ ഫോൺ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ അതെടുത്ത് വെച്ച് നോക്കുന്നു, ഇത് iPhone 13 അല്ലേ, ഇതിലെ കോൺഫിഗറേഷൻ സൂപ്പറാണ്, ഇതിൻ്റെ മെമ്മറിയും സൂപ്പറാണ്, നല്ല ഫോണാണെന്ന് പറയാം. മാഡം കൊടുത്ത നിർദ്ദേശം തെറ്റായിപ്പോയി, അതുകൊണ്ടാണ് ഇത് ഹാങ് ആയത്, ഇത് സോഫ്റ്റ് ടച്ച് അല്ലേ എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ, ഇവർക്ക് ഇതൊക്കെ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നീട് മല്ലികാമ്മ ആ ഫോണിൽ എന്തൊക്കെയോ കേട്ടോ ചെയ്യുന്നത്, ഹാങ് ആയി പോയത് ശരിയാക്കാനുള്ള ആ ഒരു പ്രയത്നം നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഞെട്ടലോട് കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മല്ലികാമ്മ ഇതൊക്കെ ശരിയാക്കും
കളിയാക്കുമോ? അപ്പോൾ ക്യാപ്റ്റൻ ചിന്തിക്കുന്ന ഒരു വേലക്കാരി ഇവർക്ക് ഇത് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? ഇപ്പോൾ കണ്ടോ അവൾ തിരിച്ചു തരാൻ പോകുന്നതെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ശരിയാക്കിയിട്ടുണ്ട് മാഡം, ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റൻ അത് വാങ്ങിച്ചു നോക്കുമ്പോൾ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ഫോൺ ശരിയായി. ഇത്രയും നേരം ഞാനും ശംഖുവും നോക്കിയിട്ട് പറ്റിയില്ല. ഇത്രയും നാൾ ഞങ്ങളിത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഉടനെ തന്നെ നല്ല ചിരിച്ച മുഖത്തോടു കൂടി ക്യാപ്റ്റൻ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് മുഖം അങ്ങ് മാറുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ചോദിക്കുന്നു. അറിയാം മാഡം, അത്രേ ഉള്ളൂ എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് മല്ലികാമ്മ അവിടുന്ന് എസ്കേപ്പ് ആവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തന്നെ ക്യാപ്റ്റന് സംശയം തോന്നുന്നു. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇവർ നമ്മൾ ഉദ്ദേശിച്ച പോലൊരു സ്ത്രീയല്ല, ഇവർ നമ്മൾ കരുതുന്ന പോലെയുമല്ല, ഇവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, ഇവരൊരു സാധാരണ വേലക്കാരിയുടെ ഭാവമല്ലല്ലോ ഇവർക്കെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ശംഖു പറയുന്നത്, ആരെയും വില കുറച്ച് കാണരുത്. നേരത്തെ അവർ ലാപ്ടോപ്പ് തൊട്ടപ്പോഴത്തേക്കും നീ എന്താ അവരെ പറഞ്ഞത്? സോഫ്റ്റ് ടച്ചാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഇപ്പം കണ്ടില്ലേ, അവർ തന്നെ വേണ്ടി വന്നില്ല ഈ ഫോൺ ശരിയാക്കാനായിട്ട്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്, ഇനിയെങ്കിലും നീ അവരോട് വഴക്കുണ്ടാക്കാനായിട്ട് പോകരുതെന്ന് പറയും. ഇനിയും ഞാൻ തെറ്റ് കണ്ടാൽ വഴക്കുണ്ടാക്കും, എന്നെ ആരും തടയാനായിട്ട് നോക്കണ്ട എന്ന് വീണ്ടും ക്യാപ്റ്റൻ പറഞ്ഞിട്ട് അങ്ങ് പോവുക കേട്ടോ ചെയ്യുന്നത്. കഷ്ടം എന്നിങ്ങനെ ശംഖു പറയുന്നു. ചിത്തിര അവിടെ നിന്ന് ചിരിക്കുകയും ചെയ്യാട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛമ്മേ കലക്കി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവർക്കറിയില്ലല്ലോ ഇതൊരു എസ്റ്റേറ്റ് മുതലാളിയാണെന്നും ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. അത് ശരി തന്നെയാ, ഞാനേ എസ്റ്റേറ്റിലായിരുന്ന കാലം തൊട്ടേ കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊട്ടേ എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു മാക് ബുക്കും ഉണ്ടായിരുന്നു. അവർക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാണെന്നറിയോ ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. നാളെ അച്ഛമ്മയുടെ പിറന്നാളല്ലേ, ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്, നാളത്തെ പിറന്നാളിനൊരു സവിശേഷത കൂടിയുണ്ട്. അതെന്താ അച്ഛമ്മയെന്ന് ചോദിക്കുക. നാളെ എൻ്റെ 60ാമത്തെ പിറന്നാളാന്ന് പറഞ്ഞു. 60 വയസ്സായോ അച്ഛമ്മയ്ക്ക്? പക്ഷെ കണ്ടാൽ പറയില്ല, കണ്ടു കഴിഞ്ഞ ഒരു 50 വയസ്സിന് മേലെ ആരും പറയില്ല എന്ന് പറയും. ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്ക് നാളെ 60 വയസ്സാവുന്നു. അപ്പോൾ ഇത് നാളെ ഷഷ്ടിപൂർത്തിയാണല്ലോ, നാളെ ഇത് നല്ലതുപോലെ ആഘോഷിക്കേണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ ഇനി സപ്തതിക്കല്ലേ പറ്റത്തുള്ളൂ 70 വയസ്സാകുമ്പോൾ. അത് ശരിയാ, 70 വയസ്സിൽ, പിന്നെ 80 വയസ്സിൽ, 84 വയസ്സിൽ, പിന്നെ 90 വയസ്സിൽ അവധി, പിന്നിൽ 100 വയസ്സിൽ കരകാഭിഷേകം എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻ ഉള്ളപ്പോൾ ഈ പട്ടാള ക്യാമ്പിൽ വെച്ച് എങ്ങനെ ആഘോഷിക്കാനാണെന്നും മല്ലികാമ്മ ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അച്ഛമ്മയുടെ കൊച്ചുമോളല്ലേ, ഞാൻ കൊച്ചുമോളായിട്ട് ഇരിക്കുമ്പോൾ ഇതെങ്കിലും ഒന്ന് ആഘോഷിക്കണ്ടേ, നമുക്ക് നാളെ അടിപൊളിയായിട്ട് ആഘോഷിക്കണം. നാളെ സദ്യയും വേണം, പായസവും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. നടന്നത് തന്നെ, സ്വപ്നത്തിൽ നടക്കുമായിരിക്കും, കേൾക്കാൻ നല്ല സുഖമുണ്ടെന്ന് മല്ലികാമ്മ പറഞ്ഞു. ഇല്ല, ഞാൻ നടത്തി കാണിച്ചു തരാം അച്ഛമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മല്ലികാമ്മയെ കെട്ടിപ്പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛമ്മയും കൊച്ചുമോളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം തന്നെ കേട്ടോ കാണിക്കുന്നത്. നാളെ ഉറപ്പായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് അച്ഛമ്മയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും അച്ഛമ്മ നോക്കിക്കോ. ഇങ്ങനെ ഒരു അച്ഛമ്മ എനിക്ക് കിട്ടിയതാണ് ഈ ലോകത്തിലേക്ക് വെച്ച് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ഇങ്ങനൊരു കൊച്ചുമോളെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നല്ലേ അച്ഛമ്മ ഇപ്പോൾ ആലോചിച്ച് ചുറ്റുമ്പോൾ അത് തന്നെയാണെന്ന് പറഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ ചെയ്യുന്നത്.